എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് PSC പരീക്ഷയിൽ ആവർത്തിച്ച് ചോദിക്കുന്ന ഗതാഗതം എന്ന് പറയുന്ന മേഖലയാണ്. ഗതാഗതത്തെക്കുറിച്ചാണ്. അതായത് 4 തരത്തിലുണ്ടല്ലേ ഗതാഗതം. നമുക്ക് 4ആയി തരംതിരിക്കാം. റോഡ് ഗതാഗതം, റെയിൽ ഗതാഗതം, ജലഗതാഗതം, വ്യോമഗതാഗതം. ഈ 4 വിഭാഗങ്ങളായി തിരിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് തന്നെ കടക്കാം. ആദ്യമായി നമ്മൾ പറയാൻ പോകുന്നത് റോഡ് ഗതാഗതത്തെ പറ്റിയാണ്. റോഡ് ഗതാഗതം ട്രാവൻകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ്? സർ CP രാമസ്വാമി അയ്യറാണ് കേട്ടോ. സർ CP രാമസ്വാമി അയ്യറാണ്. ട്രാവൻകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥാപിതമായ വർഷം എപ്പോഴാണ്? 1938ആണ്. 1938ആണ്. ട്രാവൻകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്ഘാടനം ചെയ്തത് ആരാണ്? അത് തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീചിത്തിര തിരുനാളാണ്. 1938 അപ്പോൾ നമുക്ക് വർഷം കിട്ടിയാൽ തന്നെ ആരായിരിക്കും ആ സമയത്ത് രാജാവെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ് അല്ലേ. സംസ്ഥാന പാതയുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് ആരാണ്? പൊതുമരാമത്ത് വകുപ്പാണ്. സംസ്ഥാന പാതയുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് പൊതുമരാമത്ത് വകുപ്പാണ്. കേരളത്തിലെ ആദ്യത്തെ പൊതുമരാമത്ത് വകുപ്പ് നിലവിൽ വന്നത് എപ്പോഴാണ്? തിരുവിതാംകൂറിലാണ്. 1823 കേട്ടോ. 1823 തിരുവിതാംകൂറിലാണ്. കേരളത്തിലെ ആദ്യ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി TA മജീദാണ്. കേരളത്തിലെ ആദ്യത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി TA മജീദാണ്. ഇപ്പോഴത്തെ ആരാണ്? ഇപ്പോഴത്തേത് ET മുഹമ്മദ് ബഷീറാണല്ലേ. ഇപ്പോഴത്തേത് ET മുഹമ്മദ് ബഷീറാണ്. കേരളത്തിൻ്റെ ആദ്യത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി TA മജീദാണ്. കേരളത്തിലെ ആദ്യ ഗതാഗത മന്ത്രി TV തോമസ്. കേരളത്തിലെ ആദ്യ ഗതാഗത മന്ത്രി TV തോമസ്. ഇപ്പോഴത്തെ ഗതാഗത മന്ത്രി ആരാണ്? CP ജോൺ അല്ലേ. CP ജോൺ. കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാര്യവട്ടത്താണ് കേട്ടോ. കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കാര്യവട്ടത്താണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റോഡുകൾ ഉള്ളത് പഞ്ചായത്ത് റോഡുകളാണ് കേട്ടോ. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള റോഡുകൾ ഈ പഞ്ചായത്ത് റോഡുകളാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കേരള പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള ഏക റിസർച്ച് സ്ഥാപനമായിട്ടുള്ള കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി നമ്മളൊന്ന് പറയുകയാണ്. കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം നമ്മൾ നേരത്തെ തന്നെ പോയിന്റായിട്ട് പറഞ്ഞു. കാര്യവട്ടം. തിരുവനന്തപുരത്തെ കാര്യവട്ടത്താണ് കേരള പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള ഏക റിസർച്ച് സ്ഥാപനമായ കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതകളുടെ എണ്ണം എത്രയാണ്? 11 കേട്ടോ. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതകളുടെ എണ്ണം ചോദിച്ചാൽ 11 ഉത്തരം. കേരളത്തിലെ ആദ്യ ദേശീയപാത NH47 കേരളത്തിലെ ആദ്യ ദേശീയപാത NH47 കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? NH66 കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH66 കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത? കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത ഏതാണ്? NH966B കേട്ടോ. NH966B കേരളത്തിലെ ആദ്യത്തെ റബ്ബറൈസ്ഡ് റോഡ് ഏതാണ്? കോട്ടയം കുമളിയാണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ റബ്ബറൈസ്ഡ് റോഡ് കോട്ടയം കുമളിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത NH966B അല്ലേ. NH966B നമ്മൾ പറഞ്ഞു നേരത്തെ. എവിടെയാണ് പറഞ്ഞത്? തൊട്ട് മുന്നേ പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത NH966B അതുമായി ബന്ധപ്പെട്ടാണ്. NH966B അല്ലെങ്കിൽ പഴയ NH47A ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ്? വെല്ലിംഗ്ടൺ ദ്വീപും കുണ്ടന്നൂരും കേട്ടോ. വെല്ലിംഗ്ടൺ ദ്വീപും കുണ്ടന്നൂരും. കൊച്ചിയും ധനുഷ്കോടിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാത NH49 കൊച്ചിയും ധനുഷ്കോടിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാത NH49 കേരള സർക്കാരിൻ്റെ നേട്ടങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച ബസ് സർവീസ് നവകേരള എക്സ്പ്രസ് ആണ് കേട്ടോ. കേരള സർക്കാരിൻ്റെ നേട്ടങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച ബസ് സർവീസ് നവകേരള എക്സ്പ്രസ് ആണ്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളമേറിയ ദേശീയപാതയാണ് NH66. കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളമേറിയ ദേശീയപാതയാണ് NH66. നമ്മൾ നേരത്തെ പറഞ്ഞു. ഏറ്റവും കൂടുതൽ ദേശീയപാതകളുള്ള ജില്ലയാണ് എറണാകുളം. ഏറ്റവും കൂടുതൽ ദേശീയപാതകളുള്ള ജില്ലയാണ് എറണാകുളം. ഏറ്റവും കുറവ് ദേശീയപാതയുള്ള ജില്ല വയനാടാണ്. നമുക്കൊന്ന് ആലോചിച്ച് തന്നെ കിട്ടും അല്ലേ. ഏറ്റവും കൂടുതൽ ദേശീയപാത എറണാകുളം, കുറവ് വയനാട്. ഏറ്റവും കൂടുതൽ പൊതുമരാമത്ത് റോഡുകളുള്ള ജില്ലയാണ് കോട്ടയം കേട്ടോ. ഏറ്റവും കൂടുതൽ പൊതുമരാമത്ത് റോഡുകളുള്ള ജില്ലയാണ് കോട്ടയം. അതൊരു പക്ഷേ നമ്മൾ ചിന്തിച്ച് എഴുതുകയാണെങ്കിൽ ചിലപ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പഠിക്കുക. ഏറ്റവും കൂടുതൽ പൊതുമരാമത്ത് റോഡുകളുള്ള ജില്ലയാണ് കോട്ടയം. പൊതുമരാമത്ത് റോഡുള്ള ഏറ്റവും കുറവുള്ള ജില്ല അത് വയനാട് തന്നെയാണ്. ഏറ്റവും കുറവ് വയനാട് തന്നെയാണ്. പൊതുമരാമത്ത് വകുപ്പാണ് സംസ്ഥാന പാതയുടെ അറ്റകുറ്റപ്പണി നടത്തുന്നത്. പൊതുമരാമത്ത് വകുപ്പാണ് സംസ്ഥാന പാതയുടെ അറ്റകുറ്റപ്പണി നടത്തുന്നത്.
കേരളത്തിലെ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്ത ജില്ല, അത് നമുക്ക് പണ്ട് മുതൽ നമുക്ക് അറിയാവുന്നതാണ്, എറണാകുളമാണ്. രണ്ടാം സ്ഥാനത്ത് തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരമാണ്. കേരളത്തിലെ ഏറ്റവും കുറവ് വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന ജില്ല വയനാടാണ്. കേരളത്തിലെ ആദ്യത്തെ റബ്ബറൈസ്ഡ് റോഡ് നമ്മൾ നേരത്തെ പറഞ്ഞു, കോട്ടയം കുമളി. കേരളത്തിലെ ഏറ്റവും വലിയ സംസ്ഥാന പാതയാണ് മെയിൻ സെൻട്രൽ റോഡ് അഥവാ MC റോഡ്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലേ, മെയിൻ സെൻട്രൽ റോഡ്, ചുരുക്കി നമ്മൾ MC റോഡ് എന്ന് പറയും. നമ്മൾ MC റോഡിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയപാതയാണ് MC റോഡ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയപാതയാണ്, കേരളത്തിലെ ഏറ്റവും വലിയ സംസ്ഥാന പാതയാണ് MC റോഡ്. കേരളത്തിലെ ഏറ്റവും വലിയ സംസ്ഥാന പാതയാണ് MC റോഡ്. MC റോഡ് എന്നറിയപ്പെടുന്നത് മെയിൻ സെൻട്രൽ റോഡാണ്. MC റോഡ് എന്നറിയപ്പെടുന്നത് മെയിൻ സെൻട്രൽ റോഡാണ്. MC റോഡും NH-66 കൂടിച്ചേരുന്ന സ്ഥലമാണ് കേശവദാസപുരം, തിരുവനന്തപുരത്തെ കേശവദാസപുരം കേട്ടോ. MC റോഡും NH-66 കൂടിച്ചേരുന്ന സ്ഥലമാണ് കേശവദാസപുരം. സ്റ്റേറ്റ് ഹൈവേ 1 അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് MC റോഡ് കേട്ടോ. സ്റ്റേറ്റ് ഹൈവേ 1 അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് MC റോഡ്. MC റോഡ് സ്ഥാപിച്ചത് രാജാ കേശവദാസ്. MC റോഡ് സ്ഥാപിച്ചവരാണ് രാജാ കേശവദാസാണ്. രാജാ കേശവദാസിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേശവദാസപുരം തിരുവനന്തപുരത്തെയും അങ്കമാലിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സംസ്ഥാന പാതയാണ് MC റോഡ് കേട്ടോ. MC റോഡിൻ്റെ വീതി കൂട്ടുന്നതിന് കേരള സംസ്ഥാന ഗതാഗത വകുപ്പുമായി സഹകരിക്കുന്നതാരാണ്? വേൾഡ് ബാങ്ക് ആണ്. MC റോഡിൻ്റെ വീതി കൂട്ടുന്നതിന് കേരള സംസ്ഥാന ഗതാഗത വകുപ്പുമായി സഹകരിക്കുന്നത് വേൾഡ് ബാങ്ക് ആണ്. ഇനി നമ്മൾ ആലപ്പുഴ ബൈപ്പാസിനെ പറ്റി ഒന്ന് പറയുകയാണ്. അതായത് നമ്മുടെ NH-66 ഇല്ലേ, ഈ NH-66 ഭാഗമായി തീരദേശ എലിവേറ്റഡ് ഹൈവേ ആണ് ആലുവ ബൈപ്പാസ് കേട്ടോ. അതായത് NH-66 ഭാഗമായി തീരദേശ എലിവേറ്റഡ് ഹൈവേ ആണ് ആലുവ ബൈപ്പാസ്. ആകെ നീളം 6.8 കിലോമീറ്റർ. ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കളർക്കോട്, കൊമടി. ഉദ്ഘാടനം ചെയ്തവരാണ് നിതിൻ ഗഡ്കരിയും പിണറായി വിജയനും 2021 ജനുവരി 28 കേട്ടോ. 2021 ജനുവരി 28 ഉദ്ഘാടനം ചെയ്തത് നിതിൻ ഗഡ്കരി, അതുപോലെ തന്നെ പിണറായി വിജയനും ചേർന്നു, രണ്ടുപേരും ഒരുമിച്ചു. അടുത്തത് കൊല്ലം ബൈപ്പാസാണ്. NH-66 ഭാഗമായ കൊല്ലം ജില്ലയിലെ ബൈപ്പാസാണ് കൊല്ലം ബൈപ്പാസ്. ആകെ നീളം 13.151 കിലോമീറ്റർ, 13 കിലോമീറ്റർ തന്നെ. ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ മേവറം, കാവനാട്. ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആലപ്പുഴ ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്തത് നിതിൻ ഗഡ്കരിയും പിണറായി വിജയൻ. കൊല്ലം ബൈപ്പാസ് നരേന്ദ്രമോദി ഒറ്റയ്ക്ക് കേട്ടോ. അടുത്ത നമ്മൾ KSRTC ആണ് പറയുന്നത്. KSRTC പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നമുക്കെല്ലാം അറിയാവുന്നതാണ്. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷം 1965. ഫുൾ ഫോം പഠിച്ചു വെക്കണം. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ 1965 നിലവിൽ വന്നു. KSRTCയുടെ രജിസ്ട്രേഷൻ നമ്പറുകൾ അറിയപ്പെടുന്നത് KL15 കേട്ടോ. KSRTCയുടെ രജിസ്ട്രേഷൻ നമ്പറുകൾ അറിയപ്പെടുന്നത് KL15. KSRTCയുടെ ആസ്ഥാനം തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ഗതാഗത സംരംഭമാണ് KSRTC, അതറിയാവുന്നതാണ് അല്ലേ. ഓൺലൈൻ ടിക്കറ്റ് ബുക്കിങ്ങിനായി KSRTC ആരംഭിക്കുന്ന പുതിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് എൻ്റെ KSRTC കേട്ടോ. എൻ്റെ KSRTCയുടെ പുതിയ സംരംഭങ്ങൾ ഏതൊക്കെയാണ്? ഗ്രാമവണ്ടി, സമുദ്ര, സ്മാർട്ട് ട്രാവൽ കാർഡ്. അത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. അടുത്തത് KURTCയെ പറ്റിയാണ് പറയുന്നത്. KRTCയുടെ ആസ്ഥാനം കൊച്ചിയാണ്, കൊച്ചി. KURTC നിലവിൽ വരാൻ കാരണമായ പദ്ധതി JNNURM ആണ്, ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിന്യൂവൽ മിഷൻ ആണ് കേട്ടോ. അത് ഓർത്തിരിക്കുക. ഇനി നമ്മൾ റോഡ് ഗതാഗതം പറഞ്ഞു. ഇനി നമ്മൾ റെയിൽ ഗതാഗതത്തിലേക്കാണ് പോകുന്നത്. റെയിൽ ഗതാഗതം അല്ലേ. ദക്ഷിണ റെയിൽവേയുടെ തിരുവനന്തപുരം പാലക്കാട് ഡിവിഷനുകളുടെ കീഴിലാണ് സംസ്ഥാനത്ത് റെയിൽവേ സംവിധാനം പ്രവർത്തിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. ദക്ഷിണ റെയിൽവേയുടെ തിരുവനന്തപുരം പാലക്കാട് ഡിവിഷനുകളുടെ കീഴിലാണ് സംസ്ഥാനത്ത് റെയിൽ സംവിധാനം പ്രവർത്തിക്കുന്നത്. 2 ഡിവിഷനുകളുടെ കീഴിലായി സംസ്ഥാനത്ത് ആകെ 200 റെയിൽവേ സ്റ്റേഷനുകളുണ്ട്. എത്രയാണ്? 200 റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ സംസ്ഥാനത്ത് ഈ 2 ഡിവിഷൻ തിരുവനന്തപുരം പാലക്കാടിൻ്റെ കീഴിലായിട്ട് മൊത്തത്തിൽ 200 റെയിൽവേ സ്റ്റേഷനുണ്ട്. അതിൽ പാലക്കാട് ഡിവിഷൻ 95ഉം തിരുവനന്തപുരം ഡിവിഷൻ 105ഉം. തിരുവനന്തപുരം 105, പാലക്കാട് 95, രണ്ടും കൂടി കൂട്ടി 200 റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. ഇന്ത്യയിലെ 18 റെയിൽവേ സോണുകളിൽ ദക്ഷിണ റെയിൽവേ സോണിലാണ് കേരള റെയിൽവേ ഉൾപ്പെട്ടിരിക്കുന്നത്. നമുക്ക് അറിയുന്നതാണ് അല്ലേ. ചെന്നൈയാണ് ആസ്ഥാനം, അത് ഓർത്തിരിക്കുക. കേരളത്തിലെ ആദ്യ ട്രെയിൻ സർവീസ് ആരംഭിച്ചത് 1861 മാർച്ച് 12-നാണ് തിരൂർ മുതൽ ബേപ്പൂർ വരെ. എപ്പോഴാണ്? 1861 മാർച്ച് 12-ആണ് തിരൂർ മുതൽ ബേപ്പൂർ വരെ. കേരളത്തിലെ റെയിൽവേ ഡിവിഷനുകളുടെ എണ്ണം 2, തിരുവനന്തപുരം, പാലക്കാട് നമ്മൾ പറഞ്ഞു. കേരളത്തിലെ റെയിൽവേ ജംഗ്ഷനുകളുടെ എണ്ണം, ഇത് പലർക്കും തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്, 5 എണ്ണം. ഇനി ഈ 5 എണ്ണം ഏതെങ്ങാനും ചോദിച്ചു കഴിഞ്ഞാലും അവിടെ തരാൻ സാധ്യതയുണ്ട്. കൊല്ലം, കായംകുളം, എറണാകുളം, ഷൊർണൂർ, പാലക്കാട്. ഏതൊക്കെയാണ്? കൊല്ലം, കായംകുളം, എറണാകുളം, ഷൊർണൂർ, പാലക്കാട്. കൊല്ലം, കായംകുളം, എറണാകുളം, ഷൊർണൂർ, പാലക്കാട്. റെയിൽവേ ജംഗ്ഷനുകളുടെ എണ്ണം 5 ആണ്. റെയിൽവേ സർവീസുള്ളത് കേരളത്തിലെ ജില്ല പണ്ട് മുതലേ പഠിക്കുന്നതാണ്, ഇടുക്കി, വയനാട്. ഒരേ ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമുള്ള ഒരു ജില്ലയാണ് പത്തനംതിട്ട.
കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ എവിടെ മുതൽ എവിടം വരെയാണ്? എറണാകുളം മുതൽ ഷൊർണൂർ വരെ. കേരളത്തിലെ ആദ്യ ഇലക്ട്രിക് ട്രെയിൻ എറണാകുളം മുതൽ ഷൊർണൂർ വരെ. കേരളത്തിലെ ആദ്യ റെയിൽവേ ഡിവിഷൻ പാലക്കാടാണ്. അതിലാദ്യ റെയിൽവേ ഡിവിഷൻ പാലക്കാടാണ് 1956. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ഡിവിഷൻ തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്തിൻ്റെ കീഴിലാണ് 105 റെയിൽവേ സ്റ്റേഷൻ. പാലക്കാടിൻ്റെ കീഴിൽ 95 എണ്ണമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഓട്ടോമാറ്റിക്കലി തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ അല്ല, റെയിൽവേ ഡിവിഷനാണ്. റെയിൽവേ സ്റ്റേഷൻ എന്ന് ചോദിച്ചാൽ തെറ്റാണ്. റെയിൽവേ ഡിവിഷൻ തിരുവനന്തപുരമാണ്. 2 ഡിവിഷനേ നമ്മുടെ സംസ്ഥാനത്തുള്ളൂ, തിരുവനന്തപുരം പാലക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ജംഗ്ഷൻ ഷൊർണൂർ, അത് നമ്മൾ പഠിക്കുന്നതാണ് പണ്ട് മുതൽ അല്ലേ. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ജംഗ്ഷൻ ഷൊർണൂർ. കേരളത്തിൽ എത്ര റെയിൽവേ ജംഗ്ഷൻ ഉണ്ട്? 5 എണ്ണമാണ് അല്ലേ. കൊല്ലം, കായംകുളം, എറണാകുളം, പാലക്കാട്, ഷൊർണൂർ അല്ലേ. നമ്മളത് പറഞ്ഞതാണ്. ഒന്നുകൂടി നമുക്ക് അതിലേക്ക് പോവാം. യെസ്, കൊല്ലം, കായംകുളം, എറണാകുളം, ഷൊർണൂർ, പാലക്കാട് നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ISO സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന കേരളത്തിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരമാണ്. അത് ഓർത്തിരിക്കുക. ISO സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന ആദ്യ റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരമാണ്. കേരളത്തിലോടുന്ന ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസ് വിവേക് എക്സ്പ്രസ് ആണ്. അത്യാവശ്യം ട്രെയിൻ യാത്ര ചെയ്യുന്നവർക്കൊക്കെ അറിയാവുന്നതാണ് വിവേക് എക്സ്പ്രസ്. വിവേക് എക്സ്പ്രസിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാവുന്നതാണ് അല്ലേ. പെരുമൺ ട്രെയിൻ വരുന്നതിൻ്റെ വർഷം എപ്പോഴാണ്? 1988 ജൂലൈ 8 8 എന്നുള്ള അക്കം ഓർത്തിരിക്കുക. കാരണം 8 വളരെ പ്രധാനപ്പെട്ടത്. കാരണം 1988 2 8 ജൂലൈ 8 ഒരു 8 ഉണ്ട്. അപ്പോൾ 1988 ജൂലൈ 8 ഐലൻഡ് എക്സ്പ്രസ് ആയിരുന്നു കേട്ടോ. ഐലൻഡ് എക്സ്പ്രസ്സിലാണ് ദുരന്തം നടന്നത്. കടലുണ്ടി ട്രെയിൻ ദുരന്തം നടന്നത് എപ്പോഴാണ്? അത് 2001 ജൂൺ 22. 2001 ജൂൺ 22 മംഗലാപുരം ചെന്നൈ മെയിലാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചതാരാണ്? ജോൺ മത്തായിയാണ്. അത് അറിഞ്ഞിരിക്കുക കേട്ടോ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചത് ജോൺ മത്തായിയാണ്. ജോൺ മത്തായിയെ പല ചോദ്യങ്ങളിലായി നമ്മൾ പഠിക്കും. ജോൺ മത്തായി ഇല്ലാതെ PSC പരീക്ഷയ്ക്ക് പോകാൻ പറ്റില്ല. ജോൺ മത്തായി വളരെ ഫേമസ് ആണ്. അടുത്തത് സിൽവർ ലൈൻ എന്ന് പറഞ്ഞൊരു മേഖലയാണ്. ആ പദ്ധതി റദ്ദാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു നമുക്കിനി അറിഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യകത തൽക്കാലമില്ല. അതുകൊണ്ട് നമ്മൾ ആ മേഖല വിടുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാം. ഞാൻ ജസ്റ്റ് നല്ല പോവാം. സിൽവർ ലൈൻ പദ്ധതി പുതിയ സർക്കാർ റദ്ദാക്കി. അപ്പോൾ അത് അത്രയും പ്രാധാന്യമില്ല. അപ്പോൾ നമുക്ക് വ്യോമഗതാഗതത്തിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ റോഡ് കഴിഞ്ഞു, റെയിൽ കഴിഞ്ഞു, ഇനി നമ്മൾ വ്യോമഗതാഗതവും ജലവും ഉണ്ട്. നമ്മളിപ്പോൾ വ്യോമഗതാഗതത്തിലാണ് എത്തിയിട്ടുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളമുള്ള സംസ്ഥാനം കേരളമാണ് കേട്ടോ. അത് വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ. ചിലപ്പോൾ നമ്മൾ കേരളമാണെന്ന് വിചാരിക്കില്ല. കാരണം നമ്മൾ വളരെ ജനസംഖ്യയിൽ കുറവുള്ള സംസ്ഥാനം, വിസ്തീർണത്തിൽ കുറവുള്ള സംസ്ഥാനമാണ്. എല്ലാത്തിലും 10ന് മേലോട്ടാണ് നമ്മുടെ സ്ഥാനമുള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കേരളമാണ് നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല. പക്ഷേ കേരളമാണ് ഇതിൻ്റെ ഉത്തരം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളമുള്ള സംസ്ഥാനം കേരളമാണ്. 4 എണ്ണമാണ്. കേരളത്തിലേക്കുള്ള ആദ്യ വിമാന സർവീസ് ടാറ്റ സൺസ് കമ്പനിയുടെ എയർമെയിൽ സർവീസാണ് 1935. കേരളത്തിലെ ആദ്യ വിമാന സർവീസ് ടാറ്റ സൺസ് കമ്പനിയുടെ എയർമെയിൽ സർവീസാണ് 1935. കേരളത്തിൽ നിന്നുള്ള ആദ്യ വിമാന സർവീസ് തിരുവനന്തപുരം മുംബൈ. കേരളത്തിൽ നിന്നുള്ള ആദ്യ വിമാന സർവീസ് തിരുവനന്തപുരം മുംബൈയാണ്. തിരുവനന്തപുരം മുതൽ മുംബൈ വരെ. കേരളത്തിലെ 5ാമത്തെ വിമാനത്താവളമായി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതാണ് ശബരിമല വിമാനത്താവളം ചെറുവള്ളി എസ്റ്റേറ്റ്. ഇതാണ് ശബരിമല വിമാനത്താവളം ചെറുവള്ളി എസ്റ്റേറ്റ്. തിരുവനന്തപുരത്തേക്ക് ആദ്യമായി വിമാന സർവീസ് ആരംഭിച്ച കമ്പനി ഏതാണ്? ടാറ്റ എയർലൈൻസ് ആണ്. ദക്ഷിണ വ്യോമ കമാൻഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് കേട്ടോ. തിരുവനന്തപുരം വിമാനത്താവളത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിച്ച 1991 ജനുവരി 1 1991 ജനുവരി 1 തിരുവനന്തപുരം വിമാനത്താവളത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിച്ച വർഷം 1991 ജനുവരി 1 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിർദ്ദേശിക്കപ്പെട്ട ആദ്യ പേര് VK കൃഷ്ണമേനോൻ വിമാനത്താവളം. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിർദ്ദേശിക്കപ്പെട്ട ആദ്യ പേര് VK കൃഷ്ണമേനോൻ വിമാനത്താവളം. ഇന്ത്യയിലെ 5ാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് തിരുവനന്തപുരം. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന രാജ്യത്തെ 6 വിമാനത്താവളങ്ങൾ സ്വകാര്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിൻ്റെ ഭാഗമായുള്ള ലേലത്തിൽ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നടത്തിപ്പ് അവകാശം നേടിയതാരാണ്? അദാനി ഗ്രൂപ്പാണ് നേടിയത്. കുറച്ച് പ്രശ്നങ്ങളൊക്കെ അന്നത്തെ സർക്കാർ അനുകൂല ഭരണകക്ഷികളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അനുവദനീയമല്ല, സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അദാനി ഗ്രൂപ്പ് തന്നെ അത് ഏറ്റെടുത്തു. അദാനി ഗ്രൂപ്പാണ്, ഓർത്തിരിക്കട്ടോ. പൊതു സ്വകാര്യ പങ്കാളിത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ എയർപോർട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ട്. PSCക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേരളത്തിലെ എയർപോർട്ട് നെടുമ്പാശ്ശേരിയാണെന്ന് ഓർത്തിരിക്കുക. അതായത് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിലൂടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ എയർപോർട്ട് നെടുമ്പാശ്ശേരിയാണ്. നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ ഔദ്യോഗിക നാമം സിയാലാണ്, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം സിയാൽ. ലോകത്താദ്യമായി പൂർണ്ണമായി സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം PSC ഒരുപാട് തവണ ചോദിച്ചു തയമ്പിച്ച ക്വസ്റ്റ്യനാണ്.
ലോകത്താദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന് പറഞ്ഞാൽ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് തന്നെ. കൃത്യമായി പറഞ്ഞാൽ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് സിയാൽ. ഏഷ്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ്ജ വിമാനത്താവളം നെടുമ്പാശ്ശേരി വിമാനത്താവളം. പ്രതിരോധ വകുപ്പ് ഉപയോഗിക്കുന്ന കേരളത്തിലെ ഏക വിമാനത്താവളം, അത് പ്രധാനപ്പെട്ടാണ് കേട്ടോ, കൊച്ചി വിമാനത്താവളം. പ്രതിരോധ വകുപ്പ് ഉപയോഗിക്കുന്ന കേരളത്തിലെ ഏക വിമാനത്താവളം കൊച്ചി വിമാനത്താവളം, കൊച്ചി നാവിക വിമാനത്താവളം. 12 MW സോളാർ പവർ പ്രോജക്റ്റ് നിലവിൽ വന്ന കേരളത്തിലെ വിമാനത്താവളം, അതും സിയാലാണ്. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം UNEP-ൻ്റെ അംഗീകാരം ലഭിച്ച കേരളത്തിലെ വിമാനത്താവളം സിയാൽ തന്നെ, കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്. നമ്മൾ 2 ഇൻ്റർനാഷണൽ എയർപോർട്ട് കവർ ചെയ്തു. ഏതൊക്കെയാണ്? തിരുവനന്തപുരവും കൊച്ചിയും. നമ്മുടെ നെടുമ്പാശ്ശേരി. ഇനി നമ്മൾ കോഴിക്കോടേക്കാണ് പോകുന്നത്. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം ഉദ്ഘാടനം ചെയ്ത വർഷം എപ്പോഴാണ്? 1988 കേട്ടോ, 1988. ഇതിന് അന്താരാഷ്ട്ര പദവി ലഭിച്ചത് 2006ലാണ്. കോഴിക്കോട് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറമാണ്. അതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഒരുപക്ഷെ മലബാർ മേഖലയിലുള്ളവർക്കൊക്കെ അത് കൃത്യമായി അറിയാം. ഞാൻ തെക്കോട്ടുള്ളവർ അങ്ങനെ PSC ഒന്നും കാര്യമായിട്ട് നോക്കാണ്ട് അത്ര ഒരു അങ്ങനെ കാര്യമായിട്ട് ഈ GK ഒന്നും ശ്രദ്ധിക്കാത്ത ഒരാളാണെങ്കിൽ അവർക്കിതൊരു പുതിയൊരു അറിവായിരിക്കും. കോഴിക്കോട് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്താണ്. കോഴിക്കോട് വിമാനത്താവളത്തിൻ്റെ മറ്റൊരു പേര് കരിപ്പൂർ വിമാനത്താവളം, അതൊക്കെ അറിയാം. കരിപ്പൂർ വിമാനത്താവളം, കോഴിക്കോട് വിമാനത്താവളത്തിനേക്കാൾ കൂടുതൽ നമ്മൾ കരിപ്പൂർ വിമാനത്താവളം തന്നെയാണ് പറയാറ്. ഇനി കേരളത്തിലെ 4ാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം, ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം. കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിനടുത്ത് മൂർക്കൻ പറമ്പിലാണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? മൂർക്കൻ പറമ്പിലാണ്. മട്ടന്നൂരിനടുത്ത് മൂർക്കൻ പറമ്പിലാണ് സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തത്, ഇത് 2019, 20, 21 കാലഘട്ടത്തിലൊക്കെ PSC നിരന്തരമായി ചോദിച്ചൊരു ചോദ്യമാണ്, പഠിച്ചു വെക്കുക. പിണറായി വിജയൻ ആൻഡ് സുരേഷ് ബാബു 2017 ഡിസംബർ 9. ആ ഡേറ്റ് ഓർത്തിരിക്കുക. 2018 ഡിസംബർ 9 പിണറായി വിജയൻ ആൻഡ് സുരേഷ് ബാബു. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ ശിലാസ്ഥാപനം നിർവഹിച്ച ആരാണ്? VS ആണ്. VS അച്യുതാനന്ദൻ 2010 ഡിസംബറിൽ. കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ നിർമ്മാണ ചുമതല വഹിച്ച കമ്പനി കിൻഫ്ര. കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ നിർമ്മാണ ചുമതല വഹിച്ച കമ്പനി കിൻഫ്രയാണ്. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ ആദ്യ ചെയർമാൻ പിണറായി വിജയൻ കേട്ടോ. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ ആദ്യ ചെയർമാൻ പിണറായി വിജയൻ. കേന്ദ്ര സർക്കാരിൻ്റെ ഉഡാൻ പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ വിമാനത്താവളം കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം. ഏതാണ്? കേന്ദ്ര സർക്കാരിൻ്റെ ഉഡാൻ പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ വിമാനത്താവളം കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം. അബുദാബിയിലേക്കുള്ള എയർ ഇന്ത്യ എക്സിൻ്റെ ബോയിങ് 737 വിമാനമാണ് കിയാലിൽ നിന്നും ആദ്യ സർവീസ് നടത്തിയത്. അതായത് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിൽ നിന്ന്, അതാണ് കിയാൽ. ആദ്യമായിട്ട് സർവീസ് നടത്തിയ വിമാനം എയർ ഇന്ത്യ എക്സിൻ്റെ ബോയിങ് 737 വിമാനമാണ് കേട്ടോ. അന്താരാഷ്ട്ര പദവി വിമാനത്താവളം വർഷം, ആ ലഭിച്ച വർഷങ്ങളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ, വളരെ പ്രധാനപ്പെട്ടാണ്. തിരുവനന്തപുരം 91, നെടുമ്പാശ്ശേരി 99, കരിപ്പൂർ 2006, കണ്ണൂർ 2018. ഇനി പുറകിൽ നിന്ന് മുന്നോട്ട് പറഞ്ഞു നോക്കുക. കണ്ണൂർ 2018, കരിപ്പൂർ 2016, കണ്ണൂർ 2018, കരിപ്പൂർ 2006, നെടുമ്പാശ്ശേരി 99, തിരുവനന്തപുരം 91. 91, 99, 6, 18 അങ്ങനെ ഓർത്തിരിക്കുക കേട്ടോ. 91, 99, 6, 18. ഇനി നമ്മൾ 3 ഗതാഗതത്തെ പറ്റി പറഞ്ഞു. ഇനി നമ്മുടെ അവസാനത്തെ ഗതാഗതത്തിലെ ജലഗതാഗതത്തെ പറ്റിയാണ് പറയുന്നത്. ജലഗതാഗതം. ആദ്യത്തെ ചോദ്യം PSCക്ക് അപ്പോൾ ഇഷ്ടപ്പെട്ടതാണ്. ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗ്ഗമാണ് ജലഗതാഗതം. പലരും റെയിൽ ഗതാഗതം തെറ്റിദ്ധരിക്കും. അല്ല, ജലഗതാഗതമാണ്. ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപീകൃതമായ വർഷം, ഇതും PSC ചോദിക്കാറുണ്ട്. 1986 വർഷം ചോദിക്കാറുണ്ട്. മാസവും ഡേറ്റും കൂടി ഓർത്തിരിക്കുക. ഒക്ടോബർ 27 ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപീകൃതമായ വർഷം 1986 ഒക്ടോബർ 27. ഇന്ത്യയിലെ ആദ്യത്തെ ജലപാത NW1 ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജലപാത NW1 ആണ്. കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പ് നിലവിൽ വന്ന വർഷം 1968. കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പ് നിലവിൽ വന്ന വർഷം 1968. സംസ്ഥാന ജലഗതാഗത വകുപ്പിൻ്റെ ആസ്ഥാനം ആലപ്പുഴയാണ്. പലരും തിരുവനന്തപുരം ചിന്തിക്കും, കാരണം എല്ലാം അധികവും ആസ്ഥാനം തിരുവനന്തപുരമാണ്. അല്ല, ചിലപ്പോൾ തൃശ്ശൂർ എന്നൊക്കെ ചിലപ്പോൾ ചിന്തിച്ചേക്കാം. അല്ല, ആലപ്പുഴയാണ്. സംസ്ഥാന ജലഗതാഗത വകുപ്പിൻ്റെ ആസ്ഥാനം ആലപ്പുഴയാണ്. ജലം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആലപ്പുഴ ചിന്തിക്കുക കേട്ടോ. ഇന്ത്യൻ നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഏഴിമലയാണ്, കണ്ണൂരാണ്. ഏഴിമലയാണ്, കണ്ണൂരാണ്. ദക്ഷിണ നാവിക അക്കാദമിയുടെ ആസ്ഥാനം കൊച്ചിയാണ്. ദക്ഷിണ നാവിക അക്കാദമിയുടെ ആസ്ഥാനം കൊച്ചിയാണ്. ദക്ഷിണ വ്യോമ കമാൻഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് കേട്ടോ. നമ്മുടെ റെയിൽ ഗതാഗതത്തിൻ്റെ ദക്ഷിണ സോണിൻ്റെ ആസ്ഥാനം ചെന്നൈയാണ് കേട്ടോ. ദക്ഷിണ നാവിക അക്കാദമിയുടെ ആസ്ഥാനം ഇപ്പോൾ നമ്മൾ പറഞ്ഞ കൊച്ചിയാണ്. കേരള മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് നീണ്ടകര. ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്ന ദേശീയ ജലപാത 5. ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്ന ജലപാത 5. വെസ്റ്റ് കോസ്റ്റ് കനാലോ ജലപാത 3. അതായത് വെസ്റ്റ് 3 ഈസ്റ്റ് 5 അങ്ങനെ പഠിക്കുക. വെസ്റ്റ് 3 ഈസ്റ്റ് 5.
NW3 അതായത് വെസ്റ്റ് കോസ്റ്റ് കനാൽ ജലപാതയെ പ്രഖ്യാപിച്ച വർഷം 93 കേട്ടോ. 93 കേട്ടോ. അതായത് വെസ്റ്റ് 3 ഈസ്റ്റ് 5. വെസ്റ്റ് പ്രഖ്യാപിച്ചത് 93. കേരളത്തിൽ നിന്ന് ആരംഭിക്കുകയും എന്നാൽ ഭൂരിഭാഗം പ്രദേശവും തമിഴ്നാട്ടിൽ ഉൾപ്പെടുന്നതുമായ ദേശീയ ജലപാത NW13 പൂവാർ ഇരിമൈൻ തുറയിലേക്കാണ് 11 കിലോമീറ്റർ. കേരളത്തിലെ ആദ്യത്തെ ജലവിമാന സർവീസ് നടന്ന അഷ്ടമുടി കായലാണ് 2013 ജൂൺ 2 കേട്ടോ. അഷ്ടമുടി കായൽ. കേരളത്തിലെ ജലവിമാന സർവീസ് ആരംഭിച്ചത് കൈരളി ഏവിയേഷൻ. കേരളത്തിൽ സർവീസ് ആരംഭിച്ച ആദ്യത്തെ അതിവേഗ AC ബോട്ട് വേഗ 120 വൈക്കം മുതൽ എറണാകുളം വരെ. കേരളത്തിൽ സർവീസ് ആരംഭിച്ച ആദ്യത്തെ അതിവേഗ AC ബോട്ട് വേഗ 120 വൈക്കം മുതൽ എറണാകുളം വരെ കേട്ടോ. കേരളത്തിൽ ആദ്യമായി വാട്ടർ ടാക്സി സർവീസ് നിലവിൽ വന്ന ജില്ല അതും ആലപ്പുഴ. വാട്ടർ ടാക്സി നിലവിൽ വന്ന ജില്ല ആദ്യമായിട്ട് ആലപ്പുഴ. ഇന്ത്യയിലെ ആദ്യ സോളാർ ബോട്ട് ആദിത്യ വൈക്കം മുതൽ തവണക്കടവ് വരെ. ഇന്ത്യയിലെ ആദ്യ സോളാർ ബോട്ട് ആദിത്യ. കൊച്ചി മെട്രോയുടെ ഭാഗ്യചിഹ്നം മിലു എന്ന ആന. കൊച്ചി മെട്രോയുടെ ഭാഗ്യചിഹ്നം മിലു എന്ന ആന. കൊച്ചി വാട്ടർ മെട്രോയുടെ ഭാഗ്യചിഹ്നം ജങ്കു എന്ന മത്സ്യം. 90% ജലഗതാഗതത്തെ ആശ്രയിക്കുന്ന കേരളത്തിലെ പ്രദേശം കുട്ടനാട്. അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ചോദ്യമാണ്. കുട്ടനാട്. കേരളത്തിലെ മേജർ തുറമുഖം കൊച്ചി. അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്ന തുറമുഖം കൊച്ചിയാണ്. കൊച്ചിയെ അറബിക്കടലിൻ്റെ റാണി എന്ന് വിശേഷിപ്പിച്ചതാര്? അത് പലർക്കും അറിയണമെന്നില്ല. RK ഷൺമുഖം ചെട്ടി. നമ്മൾ അറബിക്കടലിൻ്റെ റാണിയാണ് കൊച്ചി എന്ന് എല്ലാവർക്കും അറിയാം. വിശേഷിപ്പിച്ചതാരാണ്? RK ഷൺമുഖം ചെട്ടിയാണ്. കൊച്ചി തുറമുഖത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായ പെരിയാറിലെ കനത്ത വെള്ളപ്പൊക്കമുണ്ടായ വർഷം 1341. കൊച്ചി തുറമുഖത്തിൻ്റെ ശില്പി റോബർട്ട് ബിസ്ട്രോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖം കൊച്ചിയാണ്. വേമ്പനാട്ട് കായലിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖം കൊച്ചിയാണ്. കൊച്ചി തുറമുഖത്തിൻ്റെ ആഴം കൂട്ടാനായി മണ്ണ് നീക്കി നിർമ്മിച്ച മനുഷ്യനിർമ്മിത ദ്വീപ് വെല്ലിംഗ്ടൺ. കൊച്ചി തുറമുഖത്തിൻ്റെ ആഴം കൂട്ടാനായി മണ്ണ് നീക്കി നിർമ്മിച്ച മനുഷ്യനിർമ്മിത ദ്വീപാണ് വെല്ലിംഗ്ടൺ. കൊച്ചി കപ്പൽ നിർമ്മാണശാല സ്ഥാപിതമായ വർഷം 1972. കൊച്ചി തുറമുഖത്തെക്കുറിച്ച് പ്രതിപാദിച്ച ആദ്യ വിദേശ സഞ്ചാരി മഹ്വാൻ, ചൈന. എന്താണ് കൊച്ചി തുറമുഖത്തെക്കുറിച്ച് പ്രതിപാദിച്ച ആദ്യ വിദേശ സഞ്ചാരി? മഹ്വാൻ, ചൈന. കൊച്ചിൻ സാഗ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് റോബർട്ട് ബിസ്ട്രോ. കൊച്ചി തുറമുഖം ഉദ്ഘാടനം ചെയ്തത് 1928 മെയ് 26 കേട്ടോ. കൊച്ചി തുറമുഖം ഉദ്ഘാടനം ചെയ്തത് 1928 മെയ് 26. കൊച്ചി തുറമുഖത്തെ മേജർ തുറമുഖമായി പ്രഖ്യാപിച്ച വർഷം 1936. അതായത് ഉദ്ഘാടനം ചെയ്തത് 1928 മെയ് 26, മേജർ തുറമുഖമായി പ്രഖ്യാപിച്ചത് 1936. കൊച്ചി തുറമുഖത്തെത്തിയ ആദ്യ കണ്ടെയ്നർ കപ്പൽ പ്രസിഡന്റ് ടൈലർ 1973 പ്രസിഡന്റ് ടൈലറാണ് കൊച്ചി തുറമുഖത്തെത്തിയ ആദ്യ കണ്ടെയ്നർ കപ്പൽ. കൊച്ചി തുറമുഖത്തിന്റെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ച കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് രൂപീകൃതമായ വർഷം 1964 ഫെബ്രുവരി. കൊച്ചി തുറമുഖത്തിന്റെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ച കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് രൂപീകൃതമായ വർഷം 1964 ഫെബ്രുവരി. വിഴിഞ്ഞം ഇന്റർനാഷണൽ തുറമുഖത്തിന്റെ ഔദ്യോഗിക നാമം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യ കണ്ടെയ്നർ തുറമുഖമാണ് കേട്ടോ വിഴിഞ്ഞം. ഇന്ത്യയിലെ ആദ്യ കണ്ടെയ്നർ തുറമുഖം. ലോകത്തിലെ രണ്ടാമത്തെ കണ്ടെയ്നർ തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴമുള്ള ട്രാൻസ്ഷിപ്പ് തുറമുഖം. വിഴിഞ്ഞത്തെത്തിയ ആദ്യ കപ്പൽ ഷെൻഹുവ 15 ചൈനയുടെ. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഷെൻഹുവ 15 ചൈനയുടെ. വിഴിഞ്ഞത്തെത്തിയ ആദ്യ കപ്പൽ ഷെൻഹുവ 15 ചൈനയുടെ. വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന രണ്ടാമത്തെ കപ്പൽ ഷെൻഹുവ 29. ആദ്യത്തേത് ഷെൻഹുവ 15, രണ്ടാമത്തേത് ഷെൻഹുവ 29. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണ ചുമതലയുള്ള കമ്പനി ആദാനി പോർട്സ് അറിയുന്നതാണ് എല്ലാവർക്കും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നത് 2015 ഡിസംബർ 5. നിർമ്മാണോദ്ഘാടനമാണ് കേട്ടോ 2015 ഡിസംബർ 5. വിഴിഞ്ഞം തുറമുഖം കരാറിലെ അഴിമതി അന്വേഷിക്കുന്നതിന് സ്ഥാപിതമായ 3-അംഗ ജുഡീഷ്യൽ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായർ. ഇനി നമ്മൾ കേരളത്തിലെ ദേശീയ ജലപാതകളെ പറ്റി പറയുകയാണ്. ദേശീയ ജലഗതാഗത നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ച വർഷം 2016. അത്രയും 10 വർഷമായിട്ടേ ഉള്ളൂ. ദേശീയ ജലഗതാഗത നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ച വർഷം 2016 മാർച്ച് 25. ഈ നിയമം അനുസരിച്ച് നിലവിൽ ഇന്ത്യയിലെ ആകെ ദേശീയ ജലപാതകളുടെ എണ്ണം 111. ആകെ ദേശീയ ജലപാതകളുടെ എണ്ണം 111. ഇത് പ്രകാരം കേരളത്തിലെ ആകെ ജലപാതകളുടെ എണ്ണം 4. നാലാണ്. ആ 4 ഏതൊക്കെയാണ്? NW3 കൊല്ലം കോഴിക്കോട് 365 കിലോമീറ്റർ. ഏറ്റവും കൂടുതൽ ദൂരമുള്ളത് ഇതാണ് കേട്ടോ, 365 കിലോമീറ്റർ NW3. അടുത്തത് NW8 ആലപ്പുഴ ചങ്ങനാശ്ശേരി 28 കിലോമീറ്റർ. NW9 ആലപ്പുഴ കോട്ടയം 38 കിലോമീറ്റർ. NW59 കോട്ടയം വൈക്കം 28 കിലോമീറ്റർ.
അതായത് NW8ഉം NW59 ഒരേ ഡിസ്റ്റൻസ് ആണ്, 28 കിലോമീറ്റർ. NW8 ആലപ്പുഴ ചങ്ങനാശ്ശേരി, NW59 കോട്ടയം വൈക്കം. 38 കിലോമീറ്ററുള്ള NW9 ആലപ്പുഴ കോട്ടയം. ഏറ്റവും കൂടുതൽ ദൂരമുള്ളത് കൊല്ലം കോഴിക്കോട്. നമ്മൾ സ്ഥലം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും 365 കിലോമീറ്റർ. NW3 ആണ് കേട്ടോ, NW3 ആണ്. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെയാണ് നമ്മുടെ ഗതാഗതത്തെ പറ്റി പറയാനുള്ളത്. ഗതാഗതം നമ്മൾ 4 പറഞ്ഞു: റോഡ്, റെയിൽ, ജലഗതാഗതം, വ്യോമഗതാഗതം. PSCക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക് തന്നെയാണ്. ചോദ്യങ്ങൾ ഇതിൽ നിന്ന് വരാറുണ്ട്. അപ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇത് പഠിക്കാൻ ശ്രമിക്കുക. അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ പരീക്ഷയ്ക്ക് PSC ചോദിച്ചിട്ടുള്ള, PSCക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പോയിൻറ്റ്സൊക്കെ നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. എല്ലാവർക്കും നന്ദി.